ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു അടിപൊളി മൊസംബി ജ്യൂസാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാട്ടോ ഇത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇടുക കേട്ടോ. കസ്കസ് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് പൊന്തി വരും കേട്ടോ. ഇനി നമുക്ക് 2 മൊസംബി എടുക്കാം കേട്ടോ. 2 മൊസംബിയുടെ ജ്യൂസാണ് ഞാൻ അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊസംബിയുടെ 2 സൈഡും ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം കേട്ടോ. തൊലി പൊളിച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവും കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 2 മൊസംബിയും കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഐസ് വാട്ടർ ആട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 മുറി നാരങ്ങ എടുത്തിട്ട് അത് നമുക്ക് അതിനകത്തേക്ക് സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം കേട്ടോ. ഒരല്പം ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാവേ. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മൊസംബി എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂൺ ഇട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം, അതുപോലെ മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവേ. പിന്നെ നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഈ ജ്യൂസ് എല്ലാം കൂടെ സ്ട്രെയിനറിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇനി പതുക്കെ സ്പൂണും കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്ത് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. കുറച്ച് സ്ട്രെയിൻ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അല്പം വാട്ടർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ് വാട്ടർ തന്നെ ഞാൻ ഒഴിക്കുന്നത്. ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജ്യൂസും നമ്മുടെ സ്ട്രെയിനർ കൂടി താഴത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മൊസംബി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം സോക്ക് ചെയ്യാൻ വെച്ച കസ്കസ് ഇല്ലേ, അത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മധുരം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള ജ്യൂസായിട്ട് ഇത്. എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്